Good afternoon. Good afternoon, Miss. Good afternoon. എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? നല്ല നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തോ? എന്താണ് ആരും ഇല്ലാത്തത്? കുറച്ച് പേരുള്ളല്ലോ ക്ലാസ്സില്. എല്ലാവരും ഓണത്തിന്റെ ആ ഒരു അല്ലെ, കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവായിരിക്കും അല്ലെ? അതെ. നാട്ടിലൊക്കെ പോയില്ല എല്ലാവരും? പോയി. ഓക്കെ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഈ ഓണം വരുമെന്ന് പറഞ്ഞപ്പോ വന്ന് പോയി അല്ലെ, തീർന്നു ഓണം. അത് ഭക്ഷണമൊക്കെ കഴിച്ചോ? ഉടനെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. എന്താണ് ലീവ് കഴിഞ്ഞത് അറിഞ്ഞു കാണില്ല. ഓക്കെ. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഞാനൊന്ന് ഓൺ മ്യൂട്ട് ചെയ്യാനേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. ഏതാണെന്ന് അറിയാമോ? ഡയറ്ററി സർവീസസ് ആണ് കേട്ടോ. ഭക്ഷണ സേവനങ്ങള്, ഡയറ്ററി സർവീസസ്. സെക്കൻഡ് മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ ആണിത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ചാപ്റ്റർ നമ്പർ 23 ആയിരിക്കും. 23 ആണെന്ന് തോന്നുന്നു കേട്ടോ. മൊഡ്യൂളായിട്ട് തിരിച്ചപ്പോഴാണ് ചാപ്റ്റർ നമ്പർ 7-നകത്താണ് ഇത് വരുന്നത്. ചാപ്റ്റർ നമ്പർ 7 ആയിട്ടാണ് വരുന്നത് സെക്കൻഡ് മൊഡ്യൂളില്. നിങ്ങൾ ചാപ്റ്ററിന്റെ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം. ഡയറ്ററി സർവീസ് അഥവാ ഭക്ഷണ സേവനങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, ഇത് നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നത് അല്ലെ. ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് കാര്യം എന്താണ്? നമ്മള് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ അതിനകത്ത് നമ്മളൊരു 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞിരുന്നു അല്ലെ. അതിനകത്ത് വരുന്ന ഒന്നാണ് എന്ത്? ഈ പറയുന്ന ഡയറ്ററി സർവീസസ് അല്ലെ. ഭക്ഷണ സേവനങ്ങളാണ്, അതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ അത് പഠിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് പയ്യതിലേക്ക് കടക്കാം. ഡയറ്ററി സർവീസസ് ഭക്ഷണ സേവനങ്ങള്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. സിമ്പിൾ ആണ് കേട്ടോ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലിസ്റ്റ് വായിക്കാം. എന്താണ് ജിൻസി? ചാപ്റ്റർ നമ്പർ ഇതിനകത്ത് 7 ആണ് കൊടുത്തിരിക്കുന്നത്. 23 ആണ് നമ്മൾ 23. ഇതിന്റെ നോട്ട്സ് നേരത്തെ കിട്ടിയതല്ലേ, മൊഡ്യൂൾസ് തിരിക്കുന്നതിനേക്കാളും മുന്നേ. അതിനകത്ത് ചാപ്റ്റർ നമ്പർ 23 ആണ് കിടക്കുന്നത്. ശരിയല്ലേ? 23. പിന്നെ നമ്മൾ അതിന് ശേഷമാണല്ലോ മൊഡ്യൂളൊക്കെ ആയിട്ട് തിരിച്ചത് ഓരോ ചാപ്റ്ററുകൾ. അതിനകത്ത് ചാപ്റ്റർ നമ്പർ 7 ആണ് കണ്ടെടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും നമ്പർ നോക്കണ്ട, ഹെഡിങ് ശ്രദ്ധിക്കാം കേട്ടോ. നമുക്ക് വായിക്കാം. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസസ് is a service that meets the needs of patients coming from outside. ഒരു കോമ എഴുതണോ കേട്ടോ, അവിടെ കോമ എഴുതണേ. ഈ പേഷ്യന്റ് എന്താണ് അഞ്ജലി എടുക്കുന്ന ചാപ്റ്റേഴ്സാ, അത് നോക്കിയിട്ട് വേണം അഞ്ജലി എനിക്ക് പറയാനായിട്ട്. 3 മിസ്സുമാരും കൂടി ഷെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് ഒന്ന് നോക്കിയിട്ട് വേണം, കൺഫേം ചെയ്തിട്ട് വേണം അത് പറയാനായിട്ട്. എന്തായാലും ഞാൻ ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്ത് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ പറയാം കേട്ടോ. അപ്പൊ ഒന്ന് നോക്കിയാൽ മതി. ശരി. അപ്പൊ ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസസ് is a service that meets the needs of patients coming from outside. ഔട്ട്സൈഡ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കോമ കൊടുക്കണം കേട്ടോ. Inpatient given nutrition recommendations and food counseling based on their needs while taking the disease kind and nature into consideration. എന്താണ് ഒരു ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞത്? അത് ഈ പറയുന്ന ഇൻപേഷ്യൻസ് ആരാണ്? കിടപ്പ് രോഗികളാണ് അല്ലെ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന രോഗികൾക്കും അതോടൊപ്പം തന്നെ എന്താണ് ഔട്ട് പേഷ്യൻസും പുറമേ നിന്ന് വരുന്ന രോഗികൾക്കും
ഒരുപോലെ കൊടുക്കുന്ന ഒരു സേവനമാണ് എന്തെന്ന് പറയുന്നത് ഡയറ്ററി സർവീസ്. അവർക്ക് ഭക്ഷണം നൽകുന്ന ഒരു സേവനമാണ്. അത് മാത്രമല്ല ആ ഒരു രോഗിയുടെ സ്വഭാവത്തിന്റെ തരവും അതുപോലെ ആ നേച്ചർ അല്ലെ, ആ സ്വഭാവവും തരവും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് പോഷകാഹാര ശുപാർശകളും പിന്നെ എന്താണ് ഫുഡ് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു സേവനമാണ് എന്തെന്ന് പറയുന്നത് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഭക്ഷണം കൊടുക്കൽ മാത്രമല്ലാണ്ടോ അവിടെ നമുക്ക് ഉദ്ദേശിക്കുന്നത്. ആ ഒരു രോഗികളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം. എല്ലാ രോഗികൾക്കും ഇപ്പൊ ഈ പറയുന്നത് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ആർക്കും കഴിക്കാൻ പറ്റിയെന്ന് വരും ഇല്ല അല്ലെ. അപ്പൊ ഓരോ രോഗിയുടെയും അവരുടെ രോഗാവസ്ഥയുടെ ആ ഒരു നേച്ചർ അല്ലെ, ആ ഒരു തരം മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ അവരുടെ ആവശ്യങ്ങളും കൂടെ കണക്കിലെടുത്തിട്ട് വേണം പോഷകാഹാര ശുപാർശകൾ കൊടുക്കണം അവർക്ക്. അതുപോലെ തന്നെ ഭക്ഷണ കൗൺസിലിംഗ് കൊടുക്കണം അല്ലെ, ഫുഡ് കൗൺസിലിംഗ്. ഓരോ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രോഗത്തിന്റെ തരം മനസ്സിലാക്കുന്നത് ഇന്ന രീതിയിലുള്ള ഒരു ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു അവബോധം അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് കൗൺസിലിംഗ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സേവനം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്, ഡയറ്ററി സർവീസസിനകത്ത് വരുന്നുണ്ട്. അറിയാലോ, അതൊരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. അതേക്കുറിച്ച് മൊഡ്യൂൾ 2 ആണ് കേട്ടോ. മൊഡ്യൂൾ 2-നകത്താണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. നമ്മുടെ മൊഡ്യൂൾ 2-നകത്ത് വരുന്ന ബ്ലഡ് ബാങ്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ ലബോറട്ടറി സർവീസസ് അത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് ഡയറ്ററി സർവീസ്. അപ്പോ സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് വായിക്കാം. എന്താണ് പറയുന്നത്? It is the most significant hospital supporting service assisting in the restoration of health through diets created using science. എന്താണ് പറയുന്നത്? റീസ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വീണ്ടെടുക്കുക അല്ലെ, വീണ്ടെടുക്കുക. അതായത് സയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണക്രമത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് സർവീസ് ആണ് എന്തെന്ന് പറയുന്നത് ഡയറ്ററി സർവീസ് അല്ലെ. അതായത് എന്താണ് സയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഭക്ഷണക്രമം എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ നിങ്ങൾ ന്യൂട്രീഷണൽ സയൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ന്യൂട്രീഷണൽ സയൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പഠന വിഭാഗം തന്നെയുണ്ട്. അതിനകത്ത് പറയുന്നത് ഫിസിയോളജിക്കൽ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അതായത് ഓരോ പോഷകങ്ങളും നമ്മുടെ ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റീസിനെ എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ അളവിലാണ് നമ്മുടെ ശരീരത്തിന് പോഷകങ്ങൾ വേണ്ടത്, എന്തെല്ലാമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പഠന ശാഖയാണ് ന്യൂട്രീഷണൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക സയന്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സയൻസും ആ ഒരു സയൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ഭക്ഷണക്രമം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു ആരോഗ്യം നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അതാണ് സയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണക്രമം എന്ന് ഉദ്ദേശിക്കുന്നത്. സയന്റിഫിക്കലി പ്രൂവൺ ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. Educating the patients who are receiving the treatment at the hospital regarding the use and benefit of various foods and healthy diet. അത് മാത്രമല്ല, നമുക്ക് നേരത്തെ ഫുഡ് കൗൺസിലിംഗിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ. എന്നതുപോലെ തന്നെ എന്താണ് ഓരോ രോഗികൾക്കും എല്ലാ രോഗികൾക്കും എന്താണ് അവരുപയോഗിക്കേണ്ട ഭക്ഷണം, വിവിധ തരത്തിലുള്ള ഭക്ഷണത്തെ കുറിച്ചും അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റിൽ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തെ കുറിച്ചും ഒക്കെ ഒരു എന്താണ് എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെ. അവരെ അതിനെ കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതും എന്തിന്റെ ഭാഗം തന്നെയാണ്? ഡയറ്ററി സർവീസിന്റെ ഭാഗമാണ്. നമ്മൾ നേരത്തെ ഫുഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞില്ലേ, ഭക്ഷണ കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ് ഹു ആർ റിസീവിംഗ് ദ ട്രീറ്റ്മെന്റ് അറ്റ് ദ ഹോസ്പിറ്റൽ റിഗാർഡിംഗ് ദ യൂസ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് വാരിയസ് ഫുഡ്സ് ആൻഡ് ഹെൽത്തി ഡയറ്റ്. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം. എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. എന്താണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ? contains adequate amounts of all the necessary nutrients required for the healthy growth and activity. അല്ലെ, അതായത് ആരോഗ്യകരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായ പോഷകങ്ങൾ മതിയായ അളവിൽ, അതായത് കറക്റ്റ് ആണ്, അഡിക്വേറ്റ് എമൗണ്ട് ആണ് അല്ലെ, മതിയായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണം. അത് നമ്മളെ എന്താണ് ഇതിനെ സഹായിക്കുന്നുണ്ട്? നമുക്ക് അസുഖം ഒന്നും വരാതെ കൂടുതൽ കാലം അല്ലെ, നമുക്ക്
കൂടുതൽ കാലം നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു സഹായമാണ് നമുക്കൊരു ഹെൽത്തി ഡയറ്റ് തരുന്നത്. ഒരു ഹെൽത്തി ഡയറ്റിലൂടെ നമുക്ക് അസുഖങ്ങൾ വരാതെ നമുക്ക് കുറേയും കൂടെ ആരോഗ്യവാന്മാരായിട്ട് കുറേയും കൂടെ കാലം ജീവിക്കാനുള്ള ആ ഒരു ഐഡിയ ആണ് നമുക്കൊരു ഹെൽത്തി ഡയറ്റ് നമുക്ക് തരുന്നത്. അല്ലെ, ഹെൽത്തി ഡയറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി എന്താണ് ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറഞ്ഞാല്? എ ന്യൂട്രീഷ്യസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻസ് ദ ഗുഡ് ഹെൽത്ത്. അതായത് നല്ലൊരു ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതും നിലനിർത്തുന്നതുമായിട്ടുള്ള ഡയറ്റിനെയാണ് നമ്മൾ ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നതും ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ ഏകദേശം ഒന്ന് തന്നെയല്ലേ ഇത്? വ്യത്യാസമൊന്നും ഇല്ലല്ലോ, വലിയ വ്യത്യാസമില്ല. പക്ഷെ ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ഇങ്ങനെ സഹായിക്കുന്ന നമുക്ക് അസുഖം ഒന്നും വരാതെ കുറേയും കൂടെ ലീവ് ലോങ്ങർ അല്ലെ, നമുക്ക് കുറേയും കൂടെ കാലം ജീവിക്കാനുള്ള ഒരു ഇതാണ് ഹെൽത്തി ഡയറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ദ ന്യൂട്രിയൻസ് ടു യുവർ ബോഡി നീഡ് ടു സർവൈവ്. മനസ്സിലായോ? അതായത് നമ്മളുടെ ബോഡിക്ക് നമുക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ നൽകുകയാണ് ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് ചെയ്യുന്നത്. ആ ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റിലൂടെ നമുക്ക് എന്തെല്ലാം ഫുഡുകളാണ് നമ്മൾ കഴിക്കേണ്ടത്, എന്തൊക്കെ ന്യൂട്രിയൻസ് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം ഫുഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അത് വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വിവരം നമുക്ക് ന്യൂട്രീഷ്യസ് ഡയറ്റ് കിട്ടുന്നുണ്ട്. അതായത് എത്ര അളവിൽ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ എത്ര എമൗണ്ടിൽ നമ്മൾ മീൻസ് എത്ര ക്വാളിറ്റിയിൽ നമ്മളത് എത്രത്തോളം ഗുണമേന്മയിൽ നമ്മളത് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് തരുന്നുണ്ട്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നതും ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നതും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്നത്. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അതൊരു ഹോസ്പിറ്റല് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഒരു രോഗിയുടെ രോഗത്തിന്റെ സ്വഭാവവും ഫലവും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. വേണ്ട പോഷകാഹാര ശുപാർശകളും അതോടൊപ്പം തന്നെ ഫുഡ് കൗൺസിലിംഗ് നൽകുന്ന ഒരു സേവനം. ഒരു ഭക്ഷണം കൊടുക്കല് മാത്രമല്ല കേട്ടോ, ഒത്തിരിയേറെ കാര്യങ്ങള് സേവനങ്ങൾ അവര് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ നമ്മളൊരു ഹെൽത്തി ഡയറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി, അതായത് നമ്മുടെ ശരീരത്തിന്റെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ പ്രവർത്തനത്തിനും ആവശ്യമായ മതിയായ അളവിൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഡയറ്റിനെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. അടുത്ത എന്താണ്, നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡയറ്ററി സർവീസസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഒബ്ജക്റ്റീവ്സ്, അവർക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളാണുള്ളത്, അതുപോലെ ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്, അതായത് ഭക്ഷണ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് കുറേം കൂടെ എന്താണ് പ്രസക്തി ഉള്ളതാണ് അല്ലെ. അപ്പൊ അതിന്റെ പ്രാധാന്യം, പിന്നെ പലതരത്തിലുള്ള ഡയറ്റുകളുണ്ട്, പിന്നെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫിങ് എങ്ങനെയാണ്, പിന്നെ നമുക്ക് എല്ലാം നമ്മൾ പറയുമ്പോൾ ഡയറ്ററി സർവീസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഒരാളുണ്ട്. ആരെന്നാണ്? ഡയറ്റീഷ്യൻ അല്ലെ. ഒരു ഡയറ്റീഷ്യൻ ആരാണെന്നും ഒരു ഡയറ്റീഷ്യന്റെ റോൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് എടുക്കുന്നത്? ഒരു 6 പോയിന്റ്സ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വായിക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പഠിക്കണോ കേട്ടോ, അത് മനസ്സിലാക്കി വെക്കണേ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ് while retaining a high standard hygiene, production, delivery, sanitation to all the patients. അല്ലെ, അതായത് എല്ലാ രോഗികൾക്കും എന്താണ് ഒരു ഉയർന്ന നിലവാരമുള്ള അല്ലെ, ഒരു ഉയർന്ന നിലവാരമുള്ള ഒരു ശുചിത്വം ഉറപ്പാക്കുന്നുണ്ടും അതുപോലെ തന്നെ ഉൽപാദന വിതരണ ശുചിത്വം ഉറപ്പാക്കുന്നുണ്ടും വളരെ പോഷകപ്രദവും അതുപോലെ രുചികരവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. അത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവാണ്, ഒന്നാമത്തെ അവരുടെ ലക്ഷ്യമാണ് അല്ലെ. എല്ലാ രോഗികൾക്കും എങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ടത്? വളരെ പോഷകപ്രദവും അതുപോലെ തന്നെ രുചികരവും ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം. പക്ഷെ എന്ത് റീറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം? ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ശുചിത്വം ഉറപ്പാക്കിക്കൊണ്ടായിരിക്കണം അല്ലെ. കാരണം രോഗികൾക്കാണ് നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ അവര് വളരെ ശുചിത്വപൂർണ്ണമായിട്ട് വേണം അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് അല്ലെ. അത് മാത്രമല്ല, ഉൽപാദന വിതരണ ശുചിത്വം പറയുന്നത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ശുചിത്വം അല്ലെ, സാനിറ്റേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ രോഗികൾക്കും വളരെ ആരോഗ്യകരമായിട്ടുള്ളതും ഫലപ്രദമായിട്ടുള്ളതും രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. അതാണ് അവരുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ? രണ്ടാമത്തെ പറയുന്നത് എന്താണ്? ഇവാലുവേഷൻ ആൻഡ്
ഡയറ്റ് പ്ലാനിങ് അല്ലെ, ഭക്ഷണ ആസൂത്രണവും അതിന്റെ വിലയിരുത്തലും. ഓരോ രോഗികൾക്കും അവർക്ക് വേണ്ട ഭക്ഷണം ഏത് തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ രോഗികൾക്കും ഈ പറയുന്ന പോലെ എല്ലാം കഴിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ഒരു എന്താ പറയുക BP ഉള്ള ഒരാളാണെങ്കിൽ, ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാരാണെങ്കിൽ പൊതുവെ ഡോക്ടേഴ്സ് എന്താ അവരോട് പറയാ, ഉപ്പ് കുറയ്ക്കാനായിട്ട് അവരോട് പറയും അല്ലെ. ഈ പറയുന്ന പപ്പടം, അച്ചാറ് അങ്ങനെയുള്ളതൊന്നും അവരോട് കഴിക്കരുതെന്ന് ഉപ്പ് കുറയ്ക്കാൻ പറയും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാർഡിയാക് സംബന്ധമായിട്ട് ഇഷ്യൂസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള എന്താണ് ആക്ച്വലി മൊഡ്യൂൾ 2 വരുന്ന ചാപ്റ്റേഴ്സോ അതുപോലെ അത് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ എടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അത് കിട്ടിയില്ലേ? മൊഡ്യൂളിൽ വരുന്ന ഒരു 4 മൊഡ്യൂൾസിൽ വരുന്ന ചാപ്റ്റേഴ്സിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ഷിജിന് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോ ഇല്ലാത്തവരൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ചിലപ്പോ ചിലവർ കണ്ടിട്ടുണ്ടാവില്ല. ഇല്ല, കണ്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്കൊരു വന്നിട്ടുണ്ട് അല്ലെ, വന്നിട്ടുണ്ട്. എനിക്ക് പറഞ്ഞത് തന്നോട് കുഴപ്പമുണ്ടായിട്ടല്ല, ഞാൻ നിങ്ങൾക്ക് കുറെ കൂടെ ക്ലാരിറ്റി കിട്ടും അതിന്. ഷിജിന ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സിലബസ് മാറിയപ്പോ തന്നെ വന്നിരുന്നു അല്ലെ. അതെ, സിലബസ് മാറല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്, സിലബസ് ഒന്നും മാറിയിട്ടില്ല. അതേ ചാപ്റ്റേഴ്സ് തന്നെയാണ്. അതിന് 4 മൊഡ്യൂൾസ് ആയിട്ട് കൃത്യമായിട്ട് അവർ തിരിച്ചു തന്നു കേട്ടോ. മറ്റേത് 1-2 മൊഡ്യൂൾസ് ആയിട്ട് ടോട്ടൽ 35 ചാപ്റ്റേഴ്സ് എന്നായിരുന്നില്ലേ. അത് കൃത്യമായിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന ഇത്ര ചാപ്റ്റേഴ്സ്, സെക്കൻഡ് മൊഡ്യൂൾ ഇത്ര ചാപ്റ്റേഴ്സ്, തേർഡ്, ഫോർത്ത് അങ്ങനെയായിട്ട് പ്രത്യേകം തിരിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സിലബസിലോ ചാപ്റ്റേഴ്സിലോ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതിലൊന്ന് തിരിച്ചിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് കിട്ടാത്തവർക്ക് ഒന്നുകൂടെ ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി. അപ്പോ രണ്ടാമത്തെ പോയിന്റിലോട്ട് നമുക്ക് വരാം. എന്താണത്? ഇവാലുവേഷൻ ആൻഡ് എന്താണ് ഇത്? ചാപ്റ്റർ നമ്പർ 23 ആണ് വരുന്നത് കേട്ടോ. 23 ആണ്. 23 മൊഡ്യൂൾ വൈസായിട്ട് തിരിച്ചപ്പോ ചാപ്റ്റർ 7 ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. 23 ആണ്. നിങ്ങൾക്ക് നേരത്തെ നോട്ട്സ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല, അതിനകത്ത് 23 ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ് അല്ലെ, ഭക്ഷണ ആസൂത്രണവും അതിന്റെ വിലയിരുത്തൽ. ഓരോ പേഷ്യൻസിനും അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കണം അല്ലെ. അത് മാത്രമല്ല, ഡയറ്റ് നമ്മൾ ചുമ്മാ പ്ലാൻ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ അല്ലെ, അതിന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ആ ഒരു പേഷ്യന്റിന് അത് ഫലപ്രദമാണോ അല്ലയോ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു ഹെൽത്ത് ഹാബിറ്റ് അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്തും ചെയ്യണം, വിലയിരുത്തലും ചെയ്യണം അല്ലെ. അപ്പൊ അതും അവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ, ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. ക്ലിയർ ആണല്ലോ. തേർഡ് പോയിന്റ് വരുന്നത് കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. അതായത് പോഷകാഹാര ആസൂത്രണവും അതോടൊപ്പം തന്നെ കലോറി ആവശ്യകതകളും കണക്കാക്കുക. അതാണ് അവരുടെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. എന്താണ്? പോഷകാഹാര ആസൂത്രണവും കലോറി ആവശ്യകതകളും കണക്കാക്കുക. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ പോഷകാഹാര ആസൂത്രണം, ഇപ്പൊ നമ്മള് നല്ല ഭക്ഷണം കൊടുക്കണം അല്ലെ. ഭക്ഷണം ഒരുപാട് കഴിക്കുന്നതിലല്ല കാര്യം, അത് വേണ്ടത്ര പോഷകാംശങ്ങൾ അവരുടെ ശരീരത്തിന് ലഭിച്ചിരിക്കുന്നു. അസുഖമുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ഫുഡ് കുറച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് നഷ്ടപ്പെടാൻ, ന്യൂട്രീഷൻ ആവാൻ പാടില്ല അല്ലെ. പോഷകാഹാര കുറവ് വരാനായിട്ട് പാടില്ല. അതെല്ലാം കൃത്യമായിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്? കലോറി ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ് പറയാം കേട്ടോ. ഈ തേർഡ് പോയിന്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാം കേട്ടോ. നെറ്റ്വർക്ക് പ്രോബ്ലം വരുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും പ്രശ്നം വരുന്നുണ്ടോ? വോയിസ് കട്ടാവുന്നുണ്ടോ? നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്. കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. ഇപ്പൊ കലോറിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് കലോറി എന്ന് പറഞ്ഞാല്? സാധാരണ നമുക്കറിയാം, നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് ഇപ്പൊ പെട്രോള്, ഡീസൽ എന്ന് പറയുന്ന ഇന്ധനം വേണം അല്ലെ. എന്നതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇന്ധനമാണ് എന്തെന്ന് പറയുന്നത്? കലോറി എന്ന് പറയുന്നത്. മനസ്സിലായി? കലോറി എന്ന് പറയുന്ന ഇന്ധനം വേണം നമ്മളുടെ മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഹാർട്ട് അല്ലെ മിടിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ എന്താ പറയാ മറ്റൊത്തിരി മെറ്റാബോളിക് ആക്ടിവിറ്റീസുകൾ നമ്മുടെ ശരീരത്തിൽ നടത്തുന്നുണ്ട് അല്ലെ.
ഇതിനെല്ലാത്തിനും എന്ത് ആവശ്യമാണ്? ഊർജം ആവശ്യമാണ്. അപ്പൊ ഈ ഊർജം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഈ കാലറി എന്ന് പറയുന്ന ഇന്ധനത്തിലൂടെയാണ് ലഭിക്കുന്നത്. കാലറി നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്, അല്ലെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഓരോ ഈ പറയുന്ന നമ്മൾ ശ്വസിക്കുമ്പോഴും നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ചെറിയ തരത്തിൽ എന്ത് വേണം? കാലറി ആവശ്യമാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലുന്നുണ്ട്, അല്ലെ? എന്താണ് അപ്പോൾ വോയിസ് ക്ലിയർ അല്ല? വോയിസിന് ഇഷ്യൂ വരുന്നുണ്ടോ? ഒന്ന് പറയാമോ? എല്ലാവർക്കും വരുന്നുണ്ടോ? നിങ്ങൾ കുറച്ച് വോയിസ് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ കുറച്ച് നെറ്റ്വർക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ള സ്ഥലത്തൊന്ന് പോയിരിക്കാൻ നോക്കൂ കേട്ടോ. കാരണം കുറെ പേർക്ക് ക്ലിയർ ആവുന്നുണ്ട്, കുറച്ച് പേർക്ക് മാത്രമേ ഇഷ്യൂ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു കാലറി. ഇപ്പൊ എല്ലാ ഭക്ഷണത്തിലും ഒരേ കാലറിയിലാണോ ഉള്ളത്? അല്ല, അല്ലെ? പല ഭക്ഷണത്തിലും പല അളവിലായിരിക്കും കാലറി ഉണ്ട്. അപ്പൊ നമ്മള് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എന്തുണ്ടാവും? കൂടുതൽ കലോറി നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെയ്യും. അപ്പൊ ഈ മിച്ചം വരുന്ന കലോറി എന്ത് സംഭവിക്കുകയാണ്? അത് പിന്നീട് കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടും. മിച്ചം വരുന്ന കാലറി അങ്ങനെ അത് അക്യുമുലേറ്റ് ചെയ്ത് അവസാനം എന്തായിട്ട് മാറും? ഈ പറയുന്ന അമിതവണ്ണം അല്ലെങ്കിൽ പ്രമേഹം, അത് ഫാറ്റ്, അതെ കറക്റ്റ് ആണല്ലോ. അതായത് അമിതവണ്ണം വരിക അല്ലെങ്കിൽ പ്രമേഹം, ഈ പറയുന്ന ഹൃദയാഘാതം, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ നയിക്കും. എപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന കാലറി അന്നന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം. അതിന്റെ ഒരു രീതി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അല്ലെ? നമ്മൾ ആവശ്യത്തിൽ അധികം ഭക്ഷണം കാലറി ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. മനസ്സിലായോ? അത്തരം ഒരുപാട് പേർക്ക് നമ്മൾ ഓടുക, ചാടുക, അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ആ കാലറി അതിന്റെ എടുത്തു പോയിക്കോളും. പക്ഷെ അതേസമയം നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, പ്രത്യേകിച്ച് അധ്വാനിക്കുന്ന പണികളൊന്നും ചെയ്യാണ്ട് വരുമ്പോ അത് വലിയ പ്രശ്നമായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതലും ഒത്തിരി ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നത്. അപ്പോ ഓരോ ഭക്ഷണത്തിലും അടങ്ങിയിരിക്കുന്ന കാലറി ഒരേ അളവിലാണ്, വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഓരോ ഭക്ഷണത്തിൽ എത്ര കാലറി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു അറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഭക്ഷണക്രമം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് കുറെ കൂടെ എന്തായിട്ടിരിക്കാം? ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് എന്താ? ഈ പറയുന്ന പോഷകാഹാര ആസൂത്രണവും കലോറി ആവശ്യകതകളും എല്ലാം തന്നെ കണക്കാക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്, അല്ലെ? അതായത് രോഗികൾക്ക് വ്യക്തിഗതമായിട്ടുള്ള ഒരു പോഷകാഹാര എന്താ പറയുക, ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് കൊടുക്കുക, അല്ലെ? അതായത് ഒരു പോഷകാഹാരം, എന്തൊക്കെ പോഷകാഹാരങ്ങൾ നിങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം ഫുഡുകൾ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം, എന്തെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, വ്യക്തിപരമായിട്ട്, അല്ലെ? ഓരോ പേഷ്യൻസിന് വ്യക്തിഗതമായിട്ടൊരു പേഴ്സണൽ അസിസ്റ്റൻസ് കൊടുക്കുക. അതും ഈ പറയുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവാണ് കേട്ടോ. അതൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടൊക്കെ കിടന്നിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. നല്ല ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ ഡയറ്റീഷ്യൻസ്മാര് വരും, അല്ലെ? അവരോട് നമുക്ക് പറഞ്ഞു തരും, സജസ്റ്റ് ചെയ്യും, ഇന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കണം, ഇന്ന രീതിയിൽ ഫോളോ ചെയ്യണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും, അല്ലെ? അനുഭവം ഉള്ളവർക്ക് അറിയുന്നുണ്ടാവും. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ്, അല്ലെ? ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫുഡ് കൗൺസിലിംഗ്, ന്യൂട്രീഷണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനാണ്. അതുപോലെ മറ്റേതെങ്കിലും എന്താ പറയാ ഡിസോർഡേഴ്സ്, അല്ലെ? ഈ പറയുന്ന ഡിസോർഡേഴ്സോ ഈറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് കൗൺസിലിംഗ് അവർക്ക് കൊടുക്കുക. നല്ലൊരു ലൈഫ് സ്റ്റൈൽ അവരെ ഉണ്ടാക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അത് OP പറയുന്ന ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും ഒരുപോലെ കൊടുക്കുന്ന ഒരു സേവനമാണ് കേട്ടോ. അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. അടുത്തത് എന്താണ്? ട്രെയിനിങ് ഫോർ ദ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണക്രമമാണ്, അല്ലെ? അതായത് നമ്മുടെ ഓരോ ഭക്ഷണക്രമത്തിലും എന്തെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശീലനം കേട്ടോ. അതും അവരുടെ ഒരു ഒബ്ജക്റ്റീവാണ്. നല്ല ഭക്ഷണം, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എല്ലാം ഉണ്ടോ? നമുക്കറിയാം, നമുക്ക് നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം, വിറ്റമിൻസ് വേണം, പ്രോട്ടീൻസ് വേണം, മിനറൽസ് വേണം, പിന്നെ ചെറിയ അളവിൽ ഫാറ്റ് വേണം, വാട്ടർ വേണം, എല്ലാം വേണം, അല്ലെ? ഇതെല്ലാം തന്നെ ശരിയായിട്ടുള്ള അളവിൽ നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട്
ഈ പറയുന്ന ഭക്ഷണക്രമത്തിന് ചില ഇനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ ഇനങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശീലനം കൊടുക്കുക. ഇതെല്ലാം തന്നെ ഇവരുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. 6 പോയിന്റ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. എല്ലാം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ മാറിപ്പോവില്ല, കൺഫ്യൂഷൻ ആവില്ല. ഒന്നാമത് നമ്മൾ പറഞ്ഞത് എല്ലാ പേഷ്യൻസിനും വളരെ ഉയർന്ന നിലവാരമുള്ള ശുചിത്വം, ഉൽപാദന വിതരണ ശുചിത്വം ഒക്കെ ഉറപ്പാക്കുന്നുണ്ട്. പോഷകപ്രദവും അതുപോലെ തന്നെ രുചികരവും ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഈ പറയുന്ന പോലെ ഭക്ഷണാസൂത്രണം, അതിന് കൃത്യമായിട്ട് വിലയിരുത്തുക. പിന്നെ ഈ പറയുന്ന ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുക. അല്ലെ, ഈ പറയുന്ന ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുക. ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ഇനങ്ങളെ കുറിച്ചുള്ളൊരു പരിശീലനം കൊടുക്കുക. അതുപോലെ വേണ്ടി വന്നാൽ രോഗികൾക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള, അതായത് വ്യക്തിഗതമായിട്ടുള്ള ഒരു പോഷകാഹാര, ഒരു പേഴ്സണൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ്, പോഷകാഹാര ആസൂത്രണം, കലോറി ആവശ്യകതകളും എല്ലാം കണക്കാക്കുക. ഇതെല്ലാമാണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ആരാണ് ഡയറ്റീഷ്യൻ. ആരാണ് ഡയറ്റീഷ്യൻ? നമുക്കറിയാം, ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയറ്ററി സർവീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? ആരാണ് ഈ ഡയറ്റീഷ്യൻ? അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കൊന്ന് വായിക്കാം. ഡയറ്റീഷ്യൻസ് ആർ ദ ഹെൽത്ത് പ്രൊഫഷണൽസ്, അല്ലെ? അവരാരാണ്? ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് കേട്ടോ, ആരോഗ്യ വിദഗ്ധരാണ്. ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ആൾട്ടറിംഗ് ഗുഡ് റുട്ടീൻസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓഫ് പോപ്പുലേഷൻ, അല്ലെ? അതായത് ഒരു വ്യക്തികൾക്കോ അല്ലെങ്കിൽ ആ വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു പോപ്പുലേഷനോ വളരെ നല്ലൊരു ദിനചര്യ, നല്ല ദിനചര്യ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ലൊരു ഹെൽത്തി ഹാബിറ്റ്, അല്ലെ? നല്ല ഭക്ഷണത്തിലൂടെ നല്ലൊരു ഹെൽത്തി ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുഡ് റുട്ടീന് നടപ്പിലാക്കുന്നതിനും അതുപോലെ അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിനും വളരെ സ്കിൽഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആരോഗ്യ വിദഗ്ധനാണ്, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ആരെന്ന് പറയുന്നത് ഒരു ഡയറ്റീഷ്യൻ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? എ ഡയറ്റീഷ്യൻ ഇസ് ദ വൺ ഹു മാനേജ് ദ പ്രിപ്പറേഷൻ ഓഫ് തെറാപ്യൂട്ടിക് ഓർ അതർ ഡയറ്റ്സ് ഫോർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്സ് in hospitals, institutions, other establishments and for workers in particular sectors. ഇതാണ് പറയുന്നത് ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, മറ്റു പല സ്ഥാപനങ്ങളിലുള്ള, സ്കൂളിലുണ്ടാവും ഒരു ഡയറ്റീഷ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ എന്താണ്, ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, പിന്നെ ചില പ്രത്യേക തൊഴിൽ മേഖലകൾ, പ്രത്യേക മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെ, ഗ്രൂപ്പിനോ അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സംബന്ധമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഒരു ഡയറ്റീഷ്യനാണ്. കേട്ടല്ലോ? പിന്നെന്താണ് പറയുന്നത്? ഇൻസ്ട്രക്ട്സ് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ദ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ, അല്ലെ? ഭക്ഷണക്രമ തത്വങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് തന്നെ ശരിയായിട്ടുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുവാനും അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും, അല്ലെ, തയ്യാറാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യക്തിയാണ് ഡയറ്റീഷ്യൻ. പിന്നെന്താണ്? ഡിസ്ചാർജസ് ദ ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ദ ന്യൂട്രീഷൻ പ്രോഗ്രാംസ്, അല്ലെ? അതായത് ഈ പറയുന്ന പോഷകാഹാര പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ചുമതലകൾ നിർവഹിക്കുക. പിന്നെന്താണ്? ആൻഡ് മേ ബി ലയബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ദ ബിഹാഫ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്, അല്ലെ? അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെയോ, അതായത് ഒരു ഓർഗനൈസേഷന്റെയോ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെയോ മുൻനിർത്തിയുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസുകളെല്ലാം വാങ്ങുവാൻ, അല്ലെ, പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലയബിൾ ആയിട്ടുള്ള ബാധ്യസ്ഥതയുള്ള ഒരാളും കൂടിയാണ് അത് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഒരു ഡയറ്റീഷ്യന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അവിടുത്തെ ആളുകളുടെ രീതി അനുസരിച്ച് എങ്ങനെയുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഉണ്ടായിരിക്കേണ്ടത്, അതിന് എന്തെല്ലാം ഐറ്റംസുകൾ വേണം, അതെല്ലാം തന്നെ പർച്ചേസ് ചെയ്യണം, അല്ലെ, വാങ്ങണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥതയുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. മനസ്സിലായത്? ആരാണ് ഡയറ്റീഷ്യൻ? ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അല്ലെ? അതായത് ഫുഡ് വെറും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല അവിടെ ചെയ്യുന്നത്, ഓരോരോ വ്യക്തികളുടെയും അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നല്ലൊരു അതായത് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് അതിന്റെ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങള്? ഇനി അടുത്തതാണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? ഒരു ഭക്ഷണ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം എന്താണ്? എന്തായിരിക്കും പ്രാധാന്യം? നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും, അല്ലെ? കാരണം എന്താണ്, പണ്ടത്തെ പോലെയല്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം, ഇന്നത്തെ അത്ര സോഴ്സ് കാര്യങ്ങളൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല, അല്ലെ?
അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ഹെൽത്തി ആയിരുന്നു അന്നത്തെ ലൈഫ് സ്റ്റൈല്. ഒത്തിരി വിഷമൊക്കെ ഉള്ള ഭക്ഷണമോ അങ്ങനെയൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടായിരിക്കാം മേ വയസ്സായ ആൾക്കാർ ഇപ്പോഴും അല്ലെ നമ്മളെക്കാളേറെ ആരോഗ്യത്തിൽ അവർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അല്ലെ. എന്തൊരു ആരോഗ്യമാണ്. അതേസമയം ഇന്നത്തെ ചെറുപ്പക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത് അല്ലെ. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഒരു പരിധി വരെ ഈ ഭക്ഷണക്രമമാണ് അതിന് കാരണമായിട്ടുള്ളത് കേട്ടല്ലോ. അപ്പൊ ക്യാൻസർ ഒക്കെ വരുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് ഭക്ഷണക്രമത്തിൻ്റെതാണ് ദൂരെ ആൾക്കാർക്കുണ്ടല്ലേ ക്യാൻസർ പോലെയുള്ള മാറാരോഗങ്ങളൊക്കെ വന്നു പെടുന്നത്. പിന്നെ ജങ്ക് ഫുഡ്സും ഒരുപാട് ഒരു മാറ്റങ്ങൾ വന്നു അല്ലെ. അപ്പം നമുക്ക് ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോ ചില ആൾക്കാർ എന്ത് ചെയ്യും, തടി കുറയ്ക്കാം എന്ന് കരുതിയിട്ട് ഭക്ഷണം കണ്ടമാനം കുറയ്ക്കും അല്ലെ. കുറച്ച് കഴിയുമ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക, വല്ലാണ്ടങ്ങ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആവശ്യത്തിനുള്ള പോഷകങ്ങളും കൊണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിന് കിട്ടില്ല. അപ്പൊ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോകും. അപ്പോഴും ആരോഗ്യം നശിക്കും. ചില ആൾക്കാർ എന്താ ചെയ്യാൻ, നല്ലോണം ഭക്ഷണം കഴിക്കും, എന്നിട്ട് എന്നാ പിന്നെ വർക്കൗട്ട് ചെയ്യണം, ജിമ്മിൽ പോയി കുറെ വർക്കൗട്ട് ചെയ്ത് ആ രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പോഷകങ്ങളെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകും. ഏതളവിൽ നമ്മൾ അത് എടുക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം ക്രമങ്ങൾ നമ്മൾ അതിൽ പാലിക്കണം, അങ്ങനെയൊക്കെ നമുക്കൊരു അറിവ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ തരുന്നപ്പോൾ ഡയറ്റീഷ്യന്മാരൊക്കെ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം തുടക്കമൊക്കെ. എന്നിരുന്നാലും ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. നമുക്ക് വായിക്കാം. എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ സസ്റ്റെയിനിങ്. എന്താണ് വെച്ചാൽ തടി കുറയ്ക്കാൻ എന്ത് ചെയ്യുന്നത്, എന്നോട് തന്നെ ചോദിക്കുന്നത് തടി കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു. തടി കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം, ഭക്ഷണം കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം. പക്ഷെ എന്താ പറയാ, വേറെ പല പ്രോബ്ലം കൊണ്ട് നമുക്ക് തടി വരാം. ഭക്ഷണം കഴിച്ചിട്ട് മാത്രമായിരിക്കില്ല, ഹോർമോൺ ഇംബാലൻസ് കൊണ്ടൊക്കെ തടി വയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഡയറ്റീഷ്യനെ കാണും, ഡയറ്റീഷ്യനെ കണ്ട് കൃത്യമായിട്ട് സജഷൻസ് ഒക്കെ കിട്ടും, അതനുസരിച്ച് ചെയ്താൽ മതി. അതെ, എക്സസൈസ് എപ്പോഴും ചെയ്യണം നല്ലതാണ് കേട്ടോ. വർക്കൗട്ട് ചെയ്യണം. കാര്യം ഇന്നത്തെ എന്താ പറയാ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും ഇല്ലാത്തതാണ് അല്ലെ. പണ്ടത്തെ പോലെ ജോലികളിൽ നിന്നിപ്പോ ആൾക്കാരധികം ചെയ്യുന്നില്ല. പണ്ടത്തെ സ്ത്രീകളായ അടുക്കളയിൽ നല്ല ജോലി ഉണ്ടായിരുന്നു. അമ്മിയിൽ അരക്കലും ആട്ടലും അലക്കലും അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് അവര്. പക്ഷെ ഇന്നെന്ന് പറയുമ്പോ എല്ലാം മെഷീനറീസ് ആയി, നമ്മൾ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നില്ല. പിന്നെ ഈ പറയുമ്പോ ഇപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുന്നുള്ള വർക്ക്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഫുഡ് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആണ് ഡാൻസ് ടീച്ചർ ആണ് അല്ലെ. ഓക്കെ, ഇപ്പൊ ഡാൻസ് ടീച്ചർ ആകുമ്പോൾ അത്യാവശ്യം നല്ല എക്സസൈസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്കിത് വായിക്കാം. എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് by sustaining a balanced diet and keeping in consideration to meet all the essential nutrients needed by the body. അതായത് ഒരു സമീകൃത ആഹാരം. ഓക്കെ, PCOD ഉണ്ട് അല്ലെ. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് തടി വെക്കും. ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, പച്ചവെള്ളം കുടിച്ചാൽ വരെ തടി വെക്കും എന്ന് പറയും അല്ലെ. അങ്ങനെയാണ്. ചില ആൾക്കാർക്കാണെങ്കിൽ എന്ത് വേണമെങ്കിലും കഴിക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം, പക്ഷെ ശരീരത്തിൽ അത് കാണയില്ല. അവരൊക്കെയാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. എന്ത് കഴിക്കാം അവർക്ക്. നമ്മളൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ ശരീരത്തിൽ അത് കാണും അല്ലെ. പ്രശ്നമാണ്. പിന്നെ കൂട്ടാൻ എളുപ്പമാണ്, കുറച്ചൊന്നും കൊണ്ടുവരാനാണ് പാട് അല്ലെ. പിന്നെ ഈ പറയുമ്പോ നമുക്കായാലും ഭക്ഷണം കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ആകുമ്പോ കുറച്ച് കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെ. നമുക്ക് നല്ലൊരു പ്രായത്തിൽ ഇരിക്കുന്ന സമയത്തല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോ ഒരു സൈഡ് അങ്ങനെയുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, ഒരു സമീകൃത ആഹാരം നിലനിർത്തുന്നതിലൂടെയും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങള് പരിഗണിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെന്താണ്, എ പ്രോപ്പർ മീറ്റ് പ്ലാൻ ഹെൽപ്സ് ടു അച്ചീവ് ദ ഐഡിയൽ ബോഡി വെയിറ്റ് അല്ലെ. ഒരു ശരിയായിട്ടുള്ള ഭക്ഷണക്രമം എന്ന് പറയുന്നത് നമുക്കൊരു അനുയോജ്യമായിട്ടുള്ള ശരീരഭാരം അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കും അല്ലെ. അനുയോജ്യമായിട്ടുള്ള ശരീരഭാരം നിലനിർത്താനായിട്ട് നമുക്ക് സഹായിക്കും. പിന്നെന്താണ്, ആൻഡ് ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ഡയബറ്റീസ്, കാർഡിയോ വാസ്കുലർ ആൻഡ് അതർ ടൈപ്സ് ഓഫ് ക്യാൻസർ. ഇത് മാത്രമല്ല അല്ലെ, പല വിധത്തിലുള്ള അസുഖങ്ങൾ, ഇപ്പൊ പറയുന്ന പ്രമേഹം, ഡയബറ്റീസ്, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങള്,
അതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് നല്ലൊരു ഭക്ഷണക്രമം കൊണ്ട് സാധിക്കും. കേട്ടല്ലോ? അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് എന്ത്? എക്സാമ്പിൾസ് ഫോർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്. ഓക്കെ. ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് എന്തൊക്കെയാണ്? പലതരത്തിൽപ്പെട്ട ഡയറ്റുകളുണ്ട്. ഏതൊക്കെയാണത് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഓരോ ഡയറ്റും എന്തിനാണ്, ഇങ്ങനെയുള്ള രോഗികൾക്കാണ് അത്തരം ഡയറ്റുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അവിടെ നിന്ന് വരിക. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. കുറെയൊക്കെ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈസിയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? കാർഡിയാക് ഡയറ്റ്. എന്താണ് കാർഡിയാക് ഡയറ്റ്? എന്തായിരിക്കും കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ? ആ പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലെ എന്തായിരിക്കും? അതെ, ഹൃദയാരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഹൃദയാരോഗ്യത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണക്രമം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെ. കാർഡിയാക് ഡയറ്റിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും. എന്താണെന്നറിയാമോ? ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്നും കൂടെ പറയും കേട്ടോ. എന്താണ്? ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്നും കൂടെ പറയുന്നത്. ഓക്കെ. അപ്പൊ കാർഡിയാക് ഡയറ്റ് മീൻസ് നമുക്കിപ്പോ ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അധികം കൊളസ്ട്രോൾ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ അതിന് കഴിക്കേണ്ടത്. ഒത്തിരി എണ്ണയിൽ പൊരിച്ചത്, വറുത്ത സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ളത് അല്ലെ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഷുഗർ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ലതാണ്. നമ്മളിങ്ങനെ മധുരം ഒരുപാട് കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അത് ഒഴിവാക്കണം മാക്സിമം. ചോക്ലേറ്റ്, ഒത്തിരി മധുരം കഴിച്ചാൽ കൊള്ളില്ല. ബീഫ് ഓക്കെ ഓക്കെ അതെ, ബീഫൊക്കെ ഈ പറഞ്ഞ റെഡ് മീറ്റ് അല്ലേ, അതിനകത്തൊക്കെ നല്ല ഫാറ്റ് ആയിരിക്കും. മനസ്സിലായോ? അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ കാർഡിയാക് ഡയറ്റ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഹൃദയാരോഗ്യത്തിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്ന ഡയറ്റാണ് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ ജസ്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊന്ന് അത് നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. ഒന്നോ രണ്ടോ സെന്റൻസ് ആയിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. പറഞ്ഞുതരാം ലാസ്റ്റ്. അടുത്ത എന്താണ്? റീനൽ ഡയറ്റ്. എന്തായിരിക്കും റീനൽ ഡയറ്റ്? റീനൽ എന്ന് പറയുന്ന വേൾഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മൾ കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പഠിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ഒക്കെ നിങ്ങൾ പറയുന്നു, പെട്ടെന്ന് പറയുന്നു. റീനൽ ഡയറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? പെട്ടെന്നാവട്ടെ, അതില്ലേ പറയാനായിട്ട്. എന്തായിരിക്കും? അബ്ദുൽ പെൽവിസ് എന്നാണ് പറഞ്ഞത്. പെൽവിസ് അല്ല എന്നുള്ളത് അബ്ദുലിന് അറിയാലോ. ചുമ്മാ എഴുതി നോക്കിയതാണോ? ഹാർട്ടാണ്. അപ്പൊ കാർഡിയാക് ഡയറ്റ് എന്താണ് അബ്ദുള്ള? അബ്ദുൽ കിഡ്നിയാണ് അല്ലെ. ഓക്കെ. റീനൽ എന്ന് പറഞ്ഞ എന്താണ്? റീനൽ എന്ന് പറയുന്ന വാക്ക് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു കിഡ്നി ആണ് കേട്ടോ. വൃക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഇപ്പൊ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഈ ഡയാലിസിസ് പോലെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരുടെയൊക്കെ ശരീരത്തിലെ ഫ്ലൂയിഡ്സുകള്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ്, പിന്നെന്താ പറയാ നമ്മളുടെ മറ്റുള്ള മിനറൽസ്, ധാതുക്കളൊക്കെ ഒരു ബാലൻസ് ചെയ്ത് നിലനിർത്തണം അല്ലെ. ഒരു ബാലൻസ്ഡ് ആയിട്ട് നിലനിർത്തണം, കിഡ്നിക്ക് അധികം എഫർട്ട് വരാത്ത രീതിയിൽ. അപ്പൊ അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണക്രമത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീനൽ ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് കൂടുതലും ആർക്കാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്? കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ റീനൽ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അടുത്തത് എന്താണ്? ലോ സോഡിയം ഡയറ്റ്. എന്താണ് ലോ സോഡിയം ഡയറ്റ്? എന്തായിരിക്കും ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്? സോഡിയം ഇൻടേക്കിനെ ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള ഭക്ഷണക്രമം അല്ലെ. നമ്മളിപ്പോ കൂടുതലും ആർക്കായിരിക്കും അത് നമ്മൾ ശുപാർശ ചെയ്യുന്നുണ്ടാവുക? ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് അല്ലെ. BP ഒക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് എന്താ ഡോക്ടേഴ്സ് പറയാ? ഉപ്പിന്റെ അളവ് കുറയ്ക്കാൻ പറയും അല്ലെ. ഉപ്പിന്റെ അളവ് കുറയ്ക്കാനായിട്ട് പറയും. അവർക്ക് ഉപ്പ് കൊടുക്കുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു സോഡിയത്തിന്റെ ഇൻടേക്ക് ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭക്ഷണക്രമം കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ലോ സോഡിയം ഡയറ്റ്. അടുത്തതാണ് എന്ത്? സോഫ്റ്റ് ഡയറ്റ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചവയ്ക്കാനും അല്ലെ, ചവയ്ക്കാനും അതുപോലെ നമുക്ക് വിരുങ്ങാനും പിന്നെ എന്താ പറയാ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാനും അല്ലെ, ഈസി ആയിട്ട് ദഹിക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണം, അതിനെയാണ് നമ്മൾ സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവയുടെ ടെക്സ്ചർ എങ്ങനെയായിരിക്കും? അതിന്റെ ഘടന എന്തായിരിക്കും? വളരെ സോഫ്റ്റ് ആയിരിക്കും അല്ലെ. ഈ പറയുന്ന പോലത്തെ എന്താ ഇപ്പൊ ബണ്ണ് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് അല്ലെങ്കിൽ ഇപ്പൊ കഞ്ഞി അല്ലെ, അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ എന്താണ്? സോഫ്റ്റ് ഡയറ്റ് ആണ്. അതെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട നമുക്ക് എന്താണ്? ഡൈജസ്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കണം. ഇപ്പൊ ഈ പറയുന്ന ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ദഹിക്കാൻ എളുപ്പത്തിനൊക്കെ നമ്മൾ എന്തായിരിക്കും റെക്കമെൻഡ് ചെയ്യുക? സോഫ്റ്റ് ഡയറ്റ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക.
അത് മാത്രമല്ല ഇപ്പൊ പ്രായമായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് വായിൽ ചതയ്ക്കാനൊന്നും പല്ലുകളൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അവർക്കൊക്കെ നമ്മൾ എന്തായിരിക്കും റെക്കമെൻഡ് ചെയ്യാം? സോഫ്റ്റ് ഡയറ്റ് ആയിരിക്കും പറയാം അല്ലെ. അടുത്തത് എന്താണ്? ഡയബറ്റിക് ഡയറ്റ്. ഡയബറ്റിക് ഡയറ്റ് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. എന്താണത്? പ്രമേഹ രോഗമുള്ളവർക്ക് അല്ലെ, അല്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ പാകത്തിലുള്ള ആ ഒരു ഷുഗർ. അപ്പൊ അത്തരത്തിലുള്ള ഡയറ്റിനെയാണ് നമ്മൾ ഡയബറ്റിക് ഡയറ്റ്, പ്രമേഹ രോഗികൾക്കുള്ള ഒരു ഭക്ഷണക്രമം. ശരിക്കും പ്രമേഹ രോഗികൾ എന്ന് പറയുമ്പോൾ അവർ പൂർണ്ണമായിട്ട് മധുരം ഒഴിവാക്കണം എന്നുള്ളതല്ല, എല്ലാം കഴിക്കാം അവർക്ക്, പക്ഷെ എല്ലാം ഒരു കൺട്രോളിൽ വേണം അല്ലെ. അത് മാത്രമല്ല പ്രധാനമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കറക്റ്റ് സമയത്തിൽ അവർ ഫുഡ് കഴിക്കണം അല്ലെ. സമയം തെറ്റി കഴിക്കരുത്, സമയത്തിൽ അവർ ഫുഡ് കഴിച്ചു പോകണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഹൈ പ്രോട്ടീൻ ഡയറ്റ്. എന്താണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്? ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അതിനെയാണ് നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുന്നത് ചിക്കൻ, അതുപോലെ തന്നെ എഗ് അല്ലെ, സോയ ചങ്ക്സ് എന്നല്ലേ ഞാൻ പറയാം, ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്ന സംഭവം. അതൊക്കെ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. സാധാരണ നമ്മളത് ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഉണ്ട്, ബോഡി ബിൽഡേഴ്സ് ഒക്കെ കഴിക്കുന്നത് കൂടുതൽ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും. അത് കൂടുതൽ ചിക്കനും മറ്റുള്ളവർക്ക് കഴിക്കുക അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് പ്രോട്ടീനാണ് അവർ കൂടുതൽ അതിനകത്ത് എടുക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ഡയറ്റിനെയാണ് നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം ജ്യൂസസ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചറിൽ ഉരുകുന്ന തരത്തിലുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ടല്ലോ, പറയുന്ന ഐസ്ക്രീം, അങ്ങനെയുള്ള സാധനം, ജ്യൂസ് ഒക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ എന്താണ്? ലിക്വിഡ് ഡയറ്റ് ആണ്. അതൊക്കെ എന്താണ്? ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ സാധാരണ നമ്മൾ സർജറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഹാർഡായിട്ടുള്ള ഡയറ്റ് അവർക്ക് കൊടുക്കും ഇല്ല. ഇത്തരത്തിലുള്ള സോഫ്റ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ഡയറ്റ്സ് ഒക്കെ ആയിരിക്കും അവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് ഉണ്ട് കേട്ടല്ലോ. അപ്പൊ ഞാനത് ജസ്റ്റ് ഒരു 2-3 സെന്റൻസുകളായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഒരു 2 പോർഷനും കൂടെ എടുത്ത് തീർത്തിട്ട് നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ നമ്മളിത് പറഞ്ഞിട്ട് എഴുതുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവും. അപ്പൊ അടുത്തത് കൂടെ പറയാം. അടുത്ത എന്താണ്? ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ആണ്. എന്താണ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ? അതായത് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും, അതിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ്, അതാണ് ഇനി പറയാനുള്ളത് കേട്ടോ. നോക്കൂ, ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ദാറ്റ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അല്ലെ. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അതെവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഞാൻ പ്രത്യേകം പറയാണ്, നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ പെട്ടെന്ന് ക്യാൻറ്റീനായിട്ട് കണക്ട് ചെയ്യരുത് കേട്ടോ. ക്യാൻറ്റീൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഹോസ്പിറ്റലിന്റെ തന്നെ ഭാഗമായിട്ട് ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള ഫ്ലോർ ഉണ്ടല്ലോ, അതാണ്. അപ്പൊ അവിടെ ആയിരിക്കണം ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡിസൈനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? The design and the physical facilities of the department have an importance on the standard of food service, labor cost and the morale of employees. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഈ ഒരു പറയുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ അല്ലെ, അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപകൽപ്പന അല്ലെങ്കിൽ അതിന്റെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ എന്തിനെല്ലാമാണ് പ്രാധാന്യം കൊടുക്കുന്നത്? 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഏതൊക്കെയാണ് 3 കാര്യങ്ങള്? ഒന്ന്, ഓൺ ദി സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ് അല്ലെ, അതായത് ഒരു ഭക്ഷണ സേവനത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ഭക്ഷണ സേവനത്തിന്റെ നിലവാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. സേവന നിലവാരം കൂടുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റീസ് അതിന്റെ സ്റ്റാൻഡേർഡ് അതിനനുസരിച്ച് ഉയരും അല്ലെ. അപ്പൊ ഭക്ഷണ സേവന നിലവാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ലേബർ കോസ്റ്റ് ആണ് അല്ലെ, അതായത് നമുക്ക് എന്താണ് തൊഴിൽ ചെലവുകൾ. ഇപ്പൊ നമുക്കറിയാം ഒത്തിരി ലേബർ കോസ്റ്റ് ആയ പ്രശ്നമാണ്. കാര്യം എന്താണ്? ലേബർ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രോഫിറ്റ് കുറവായിരിക്കും അല്ലെ, ലാഭം കുറവായിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു റീസണബിൾ ലെവലിൽ വേണം ലേബർ കോസ്റ്റ് നിലനിർത്താനായിട്ട്. ലേബർ കോസ്റ്റ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ആ നിലവാരത്തിൽ വ്യത്യാസം വരും. ഇപ്പൊ നമ്മൾ സാധാരണ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നതും നമ്മളൊരു 5 സ്റ്റാർ അല്ലെങ്കിൽ 3 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന നിലവാരം രണ്ടല്ലേ, നല്ല വ്യത്യാസമല്ലേ. അപ്പൊ അവിടുത്തെ ലേബർ കോസ്റ്റ് എന്തായിരിക്കും? ഒരു 5 സ്റ്റാറിൽ പോകുമ്പോൾ അവിടെ ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും. കാര്യം എന്താണ് അല്ലെ, അത് ആ സെർവ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഒരു പ്രത്യേക യൂണിഫോം ഒക്കെ ഇട്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് അല്ലെ, വളരെ നല്ലൊരു രീതിയിലുള്ള ഒരു ഇതാണ് അല്ലെ അവിടെ ചെയ്യുന്നത്. ഒരു സാധാരണ റെസ്റ്റോറന്റിൽ പോയി കഴിക്കുന്നതും
ഒരു ഇത്തരം ഹോട്ടലിലൊക്കെ പോയിട്ട് 5 സ്റ്റാർ പോലുള്ള ഹോട്ടലിൽ പോകുന്ന ആ ഒരു റേറ്റ് വ്യത്യാസമുണ്ട് അല്ലെ, ലേബർ കോസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ലേബർ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഘടകത്തിനും അത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എത്രത്തോളം ആ ഒരു, പക്ഷെ എന്താണ്, ഒത്തിരി കൂടാനും പാടില്ല. ലേബർ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ അത് പ്രോഫിറ്റിനെ ബാധിക്കും. ഒരു മിതമായ രീതിയിൽ തൊഴിൽ ചെലവുണ്ടായിരിക്കും. ഓക്കെ, അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, ആൻഡ് മൊറാലെ ഓഫ് എംപ്ലോയീസ്. മൊറാലെ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മനോവീര്യം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എംപ്ലോയീസിന്റെ ആ ഒരു മനോവീര്യം എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഒരു ടീം വർക്ക് അല്ലെ, അത് വളരെ എന്തായിരിക്കണം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് കൊടുത്തുകൊണ്ട് അവരുടെ ഒരു മനോവീര്യം എപ്പോഴും എന്താണ്, ഒരു ഉയർത്തിക്കൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാൻഡേർഡ് വർദ്ധിക്കുള്ളൂ. മനസ്സിലായല്ലോ? ഒരു ഡിസൈൻ ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റി, അതെ, സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കണം അല്ലെ. അവർക്കും നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് കൊടുക്കണം, അല്ലാണ്ട് അവരുടെ ആ ഒരു കുറെ കൂടെ അവരുടെ മനോവീര്യം ഉയർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ മനോവീര്യം ഉയർത്തിയാൽ മാത്രമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇത് മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഫിസിക്കൽ ഫെസിലിറ്റി, ഭൗതിക സാഹചര്യങ്ങളും അതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഭക്ഷണ സേവനത്തിന്റെ നിലവാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ലേബർ കോസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ മൊറാലെ ഓഫ് എംപ്ലോയീസിന്റെ ആ ഒരു മനോവീര്യം, എംപ്ലോയീസിന്റെ അവരുടെ ഒരു ടീം വർക്കിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? സ്റ്റാഫിംഗ് അല്ലെ. സ്റ്റാഫിംഗ് ഒരു സാധാരണ ഒരു ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫിംഗ് എന്താണ്? ഒരു ചെറിയൊരു ഓർഗാനോഗ്രാം പോലെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓർഡർ തെറ്റിച്ചൊക്കെ തരാൻ ചെയ്യുമ്പോൾ ഓർഡർ മാറ്റി തന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. കൃത്യമായിട്ട് അതിന്റെ ഓർഡർ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ആദ്യത്തെ ആളാരാണ്? ഏറ്റവും മുകളിലുള്ള ആളാരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. ആരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു ഓവറോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്നത്. ഓവറോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തും വരുന്നുണ്ട്? നമ്മളുടെ ഡയറ്ററി സർവീസസും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. മനസ്സിലാക്കാം? ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളാരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെയാണ് ആര് വരുന്നത്? ചീഫ് ഡയറ്റീഷ്യൻ. ആരാണ്? ചീഫ് ഡയറ്റീഷ്യൻ. ചീഫ് ആണ് അല്ലെ അദ്ദേഹം. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതിന് ചെയ്തു കൊടുക്കുന്നതാണ് ഒരു ചീഫ് ഡയറ്റീഷ്യനാണ്. മനസ്സിലായോ? അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ ഈ പറയുന്ന എല്ലാ ഒരു പേഷ്യൻസിന്റെ ഒക്കെ ഏകദേശം ആ ഒരു ആവശ്യകതകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. വളരെ കോംപ്രിഹെൻസീവ് ആണ്, വളരെ സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു പോഷകാഹാര ആസൂത്രണം അത് ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ്? ചീഫ് ഡയറ്റീഷ്യനാണ്. അത് അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ അതൊന്നും നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങൾ ആ ഓർഡർ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ ചീഫ് ഡയറ്റീഷ്യൻ, അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന ആളാണ് ആര്? ഡയറ്റീഷ്യൻ അല്ലെ. ഡയറ്റീഷ്യൻസ് എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് അനുസൃതമായുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ രോഗികൾക്കും അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ അല്ലെ, ഒരു മെനു അല്ലെ, അത് തയ്യാറാക്കി കൊടുക്കുന്നത് ആരാണ്? ഡയറ്റീഷ്യന്മാർ. ഓക്കെ, ഈ ഡയറ്റീഷ്യന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ് ആര്? സൂപ്പർവൈസർ അല്ലെ. സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹം ചെയ്യുന്നുണ്ടാവാം? ഈ പറയുന്ന ഡയറ്റീഷ്യനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകള് അവരെയൊക്കെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുക, അവരുടെയൊക്കെ മേൽനോട്ടം വഹിക്കുക, അവരെ നിരീക്ഷിക്കുക, അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും ശരിയായിട്ടുള്ള രീതിയിലും സേഫ് ആയിട്ടും വളരെ എന്താ പറയാ വൃത്തിയായിട്ടും രോഗികൾക്ക് എല്ലാവർക്കും എത്തുന്നുണ്ടോ, സെർവ് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യാം, മേൽനോട്ടം വഹിക്കാം. അതാണ് ആര്? സൂപ്പർവൈസർ ചെയ്യുന്നത്. അദ്ദേഹം ആരുടെ അണ്ടറിലാണ് വരുന്നത്? ഡയറ്റീഷ്യന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി സൂപ്പർവൈസറിന്റെ തൊട്ട് താഴെ 2 പേരാണ് വരുന്നത് ഒരേ ലെവലിൽ. ആരൊക്കെയാണെന്ന്? കുക്ക് വരുന്നുണ്ട് അല്ലെ, ഭക്ഷണം പാകം ചെയ്യുന്ന കുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വെയറേഴ്സും വരുന്നുണ്ട് അല്ലെ. വെയറർ എന്താ ചെയ്യുന്നത്? ഭക്ഷണം സെർവ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ കുക്കും വെയറേഴ്സും. കുക്കിന്റെ താഴെ ആരാണ് വരുന്നത്? അസിസ്റ്റന്റ് കുക്ക് ഉണ്ടായിരിക്കും. വെയറേഴ്സിന്റെ താഴെ ആരാണ് വരുന്നത്? ക്ലീനേഴ്സ് ആണ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഒന്നും കൂടെ പറയാണ്, ഓർഗാനോഗ്രാം എങ്ങനെയാണ് വരുന്നത്? സ്റ്റാഫിങ് ഏറ്റവും മുകളില് മെഡിക്കൽ സൂപ്പറിന്റെ, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ചീഫ് ഡയറ്റീഷ്യൻ, പിന്നെ താഴെ ഡയറ്റീഷ്യന്റെ താഴെ ആരാണ്? സൂപ്പർവൈസർ. സൂപ്പർവൈസറിന്റെ താഴെയാണ് കുക്കും അതുപോലെ തന്നെ ഡയറേഴ്സും വരുന്നത്. കുക്കിന് താഴെ ആരുണ്ട്? അസിസ്റ്റന്റ് കുക്ക് വരുന്നുണ്ട്
അല്ലെ? ബെയറേഴ്സിന്റെ താഴെ ആരാണ് വരുന്നത്? ക്ലീനേഴ്സ് വരുന്നത്. ക്ലിയർ ആയിട്ട് ആ ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി. ഇത് ഓർക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ ശരി, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇനി നമുക്ക് ഒരു കോമൺ ടൈപ്സ് ഓഫ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡയറ്റ്സ് നമ്മൾ പരിചയപ്പെട്ടല്ലോ. അതിനൊന്നോ രണ്ടോ സെന്റൻസ് ആയിട്ട് ഒന്ന് എഴുതി കേട്ടോ. അതൊന്ന് എഴുതി വെച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. എന്താണ് ബെയറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. അപ്പൊ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. കാർഡിയാക് ഡയറ്റ്, അതുപോലെ റീനൽ ഡയറ്റ്, ഇതൊക്കെ ഞാൻ ചെറിയൊരു സിംഗിൾ സെന്റൻസ് ആക്കിയിട്ട് പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. അവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരികയെന്ന് അറിയാമോ? അപ്പൊ നിങ്ങളോട് ചോദിക്കേണ്ടത് ഇപ്പം ഒരു വൃക്കസമയത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിക്ക് താഴെ പറയുന്ന ഏത് ഡയറ്റ് ആയിരിക്കും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക? ഇതിന്റെ ഓപ്ഷൻസ് തരും. കാർഡിയാക് ഡയറ്റ്, അല്ലെങ്കിൽ സോഫ്റ്റ് ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്, റീനൽ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഒരു വൃക്കസംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ എങ്ങനെയുള്ള ഡയറ്റ് ആയിരിക്കും അവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യാം? റീനൽ ഡയറ്റ് ആയിരിക്കും അല്ലെ? എന്ത് ഡയറ്റ് ആയിരിക്കും? റീനൽ ഡയറ്റ്. അതാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുന്നത്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് എഴുതി വെച്ചോളൂ. കാർഡിയാക് ഡയറ്റ് കേട്ടോ. കാർഡിയാക് ഡയറ്റ് എഴുതിക്കോളൂ കേട്ടോ. പറയാണ് കാർഡിയാക് ഡയറ്റ് കേട്ടോ. എഴുതിക്കോളൂ, ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. ഹാർട്ട് ഹെൽത്തി ഡയറ്റ് വേറൊരു പേരും കൂടിയാണ് കേട്ടോ അതിന്റെ. കാർഡിയാക് ഡയറ്റിന് പറയുന്ന വേറൊരു പേരാണ് എന്ത്? ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. HEART, ഹാർട്ട് ഹെൽത്തി, HEALTHY, ഹെൽത്തി ഡയറ്റ്. കിട്ടിയല്ലോ? ഹൈഫിനിട്ട് എഴുതിക്കോളൂ. ഈസ് എ ഡയറ്റ് പ്ലാൻ, എഴുതിക്കോട്ടോ. ഈസ് എ ഡയറ്റ് പ്ലാൻ, ഡയറ്റ് പ്ലാൻ, DIET, ഡയറ്റ്, ഡയറ്റ് പ്ലാൻ that promotes PROMOTES, promotes, പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. That promotes heart health, ആണ് ഹാർട്ട് ഹെൽത്ത്. കിട്ടിയോ? കാർഡിയാക് ഡയറ്റ് ഓർ ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ഡയറ്റ് പ്ലാൻ ദാറ്റ് പ്രൊമോട്ട്സ് ഹാർട്ട് ഹെൽത്ത് കേട്ടോ. ഹൃദയാരോഗ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷണക്രമം. That is called cardiac diet. കിട്ടിയില്ലേ? എത്തിയോ? ഇതാണ്, ആരും അനക്കൊന്നും ഇല്ലല്ലോ. ഉറങ്ങിപ്പോയോ? എഴുതിയെടുക്കണ്ടോ? ഉറക്കം വരുന്നുണ്ടെങ്കിലേ മുഖം കഴുകിയിട്ട് വന്നിരുന്ന ക്ലാസ് കേൾക്കണേ. ഓണമൊക്കെ കഴിഞ്ഞപ്പോ പായസമൊക്കെ കുടിച്ച് മത്തായി കാണും അല്ലെ? അടുത്തതാണ് എന്ത്? റീനൽ ഡയറ്റ്. അടുത്ത എഴുതിക്കോളൂ, റീനൽ ഡയറ്റ്. ഞാൻ പായസമൊക്കെ കുടിച്ചു. റീനൽ ഡയറ്റ് കേട്ടോ. റീനൽ ഡയറ്റിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ കിഡ്നി ഡയറ്റ്. എന്താണ്? കിഡ്നി ഡയറ്റ് കേട്ടോ. റീനൽ എന്ന് പറയുന്ന വാക്ക് റിലേറ്റഡ് ടു കിഡ്നി ആണ്. കിഡ്നി ഡയറ്റ് എഴുതാം. A diet that limits LIMITS, that limits certain nutrients, certain CERTAIN, certain nutrients, പോഷകങ്ങൾ കേട്ടോ. NUTRIENTS, nutrients, to help protect protect kidneys അങ്ങോട്ട് പറയാം. KIDNEYS, kidneys, and slow kidney damage, slow, 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 kidney, KIDNEY, kidney damage, DAMAGE, damage. കിട്ടിയോ?
ഒന്നുകൂടെ വായിക്കാണ് റീനൽ ഡയറ്റ് എന്താണെന്നുള്ളത്. കിഡ്നി ഡയറ്റ് എന്ന് പറയൂ കേട്ടോ. എ ഡയറ്റ് ദാറ്റ് ലിമിറ്റ്സ് certain nutrients to help protect the kidneys and slow kidney damage. അതായത് കിഡ്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തില് ചില ന്യൂട്രിയൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ലിമിറ്റ് ചെയ്യാണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ, ഡയാലിസിസ് ഉള്ളവരുടെ അവരുടെ ഫ്ലൂയിഡ്സ്, ഇലക്ട്രോലൈറ്റ്സ്, ഈ പറയുന്ന മിനറൽസ് ഒക്കെ ഒരു ബാലൻസ് ചെയ്ത് നിലനിർത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില ന്യൂട്രിയൻസ് നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള ഡയറ്റിനെയാണ് നമ്മൾ റീനൽ ഡയറ്റ് അഥവാ കിഡ്നി ഡയറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ നിങ്ങൾക്ക്? അഞ്ജലി എന്താണെന്നറിയോ, ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, ടൈപ്പ് ചെയ്യുമ്പോൾ റെക്കോർഡഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് കിട്ടില്ല. ഞാനത് എടുക്കുന്ന എഫർട്ട് വെറുതെയാണത് കേട്ടോ. ഞാൻ കറക്റ്റ് ആയിട്ട് സ്പെല് ചെയ്യുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വേറെ വിരോധം ഉണ്ടായിട്ടല്ല, ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് അത് ഉപയോഗപ്രദമല്ല. നിങ്ങൾ ലൈവിൽ ഇരിക്കുന്നവർക്ക് ഓക്കെയാണ് അത് കേട്ടോ. ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. ഞാൻ ഒന്നുകൂടെ വായിക്കാണ് റീനൽ ഡയറ്റ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഓരോ വാക്കും സ്പെല് ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ച് എഴുതിയെടുത്താൽ മതി. റീനൽ ഡയറ്റ് അഥവാ കിഡ്നി ഡയറ്റ് എന്ന് പറഞ്ഞാല് എ ഡയറ്റ് ദാറ്റ് ലിമിറ്റ്സ്, LIMITS ലിമിറ്റ്സ് certain nutrients, CERTAIN, certain nutrients, NUTRIENTS. അബ്ദുള്ള എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇത് നോക്കിയാൽ മതി, കറക്റ്റ് ആണ് കേട്ടോ. ഒരാളെ എഴുതിയിട്ടാലും മതി, ഇപ്പൊ മറ്റുള്ളവർക്ക് കാണാമല്ലോ. കിട്ടിയല്ലോ, അതാണ് എന്ത് റീനൽ ഡയറ്റ്. അപ്പൊ നമുക്ക് ഇനി ഇത്രയും മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റുള്ള നോട്ട്സ് പറയാം. അപ്പൊ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ് ഇന്നത്തെ ക്ലാസ്, കാരണം ടൈം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ഡയറ്ററി സർവീസസ് അഥവാ ഭക്ഷണ സേവനങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. അതിനകത്ത് എന്താണ് ഡയറ്ററി സർവീസ് എന്ന് നമ്മൾ കണ്ടു. ഒരു രോഗിയുടെ രോഗാവസ്ഥയുടെ തരവും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട പോഷകാഹാര ശുപാർശകളും അതുപോലെ ഫുഡ് കൗൺസിലിംഗും കൊടുക്കുന്ന ഒരു സേവനമാണ് എന്ത് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹെൽത്തി ഡയറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അതായത് ശരിയായിട്ടുള്ള വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായ പോഷകങ്ങള് മതിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഉയർന്ന നിലവാരമുള്ള ശുചിത്വം ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ രോഗികൾക്കും വളരെ ആരോഗ്യപ്രദവും ഫലപ്രദവും രുചികരവുമായിട്ടുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കണം. ഓരോ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തേണ്ട ഇനങ്ങളെ കുറിച്ച് ഒരു പരിശീലനം കൊടുക്കണം. അതുപോലെ ഓരോ രോഗികൾക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണൽ അസിസ്റ്റൻസ്, പോഷകാഹാരത്തെ കുറിച്ചുള്ള ഒരു പേഴ്സണൽ അസിസ്റ്റൻസ് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഭക്ഷണ ആസൂത്രണവും അതിന് ശരിയായിട്ട് വിലയിരുത്തുക. പിന്നെന്താണ്, പോഷകാഹാര ആസൂത്രണവും കലോറി ആവശ്യകതകളും കണക്കാക്കുക. ഇത്രയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടു ആരാണ് ഒരു ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന വ്യക്തിയാണ് അല്ലെ. ഈ പറയുന്ന എന്താ പറയാ, ഓരോ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾ ഉൾപ്പെടുന്ന പോപ്പുലേഷന് വേണ്ട ഒരു ഭക്ഷണക്രമം നിർദ്ദേശിക്കുന്നത്, നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഭക്ഷണക്രമം നിർദ്ദേശിക്കുന്നത് അദ്ദേഹമാണ്. അതോടൊപ്പം തന്നെ ശരിയായിട്ടുള്ള ഫുഡുകൾ തിരഞ്ഞെടുക്കാനും അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ പോഷകാഹാര പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ചുമതലകൾ നിർവഹിക്കുക. പിന്നെ ചില ഓർഗനൈസേഷനെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥതയുള്ള ലൈബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ് ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടു ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം, അതിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട്, ഒരു ഭക്ഷണ നിയന്ത്രണത്തിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ കോമൺ ടൈപ്സ് ഓഫ് ഡയറ്റ് കണ്ടു അല്ലെ, കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡയറ്റ് കണ്ടിരുന്നു. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി സെന്റൻസ് ആയിട്ട് എഴുതാം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു കറക്റ്റ് ലൊക്കേഷൻ എവിടെയായിരിക്കും. ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെ മാത്രമല്ല അതിന്റെ ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന്, അവർ കൊടുക്കുന്ന ആ ഒരു ഭക്ഷണ സേവന നിലവാരം, അതുപോലെ ലേബർ കോസ്റ്റ്, പിന്നെ ഈ പറയുന്ന മൊറാലെ ഓഫ് എംപ്ലോയീസിന്റെ മനോവീര്യം. പിന്നെ നമ്മൾ അവരുടെ സ്റ്റാഫിംഗ്, ഒരു ഓർഗാനോഗ്രാം പോലെ നമ്മൾ കണ്ടു. ഏറ്റവും ടോപ്പിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ്, തൊട്ട് താഴെ ചീഫ് ഡയറ്റീഷ്യൻ, അതിന് താഴെ ഡയറ്റീഷ്യൻ, അതിന്റെ താഴെ സൂപ്പർവൈസറിന്റെ കീഴിലാണ് കുക്കും ബെയറേഴ്സും വരുന്നത്. കുക്കിന് താഴെ അസിസ്റ്റന്റ് കുക്ക് വരുന്നുണ്ട്. ബെയറേഴ്സിന്റെ താഴെ ക്ലീനേഴ്സും ഉണ്ടാകുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ?
അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. എന്താണ് ശ്രീലക്ഷ്മി കാർഡിയാക് ഡയറ്റ് അല്ലെ? കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ ഡയറ്റ് പ്ലാൻ ദാറ്റ് പ്രൊമോട്ട്സ് ഹാർട്ട് ഹെൽത്ത്. ഹാർട്ട് ഹെൽത്ത് കേട്ടോ, HEART ഹാർട്ട് ഹെൽത്ത്. അതായത് ഹൃദയാരോഗ്യത്തിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്ന ഭക്ഷണക്രമം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തത് ആതിര മിസ്സിന്റെ സെഷൻ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.